രാജ്യത്തെ 97% മാധ്യമങ്ങളും തനിക്കെതിരെ വാർത്ത കൊടുക്കുന്ന ആ മാധ്യമങ്ങളുടെ എല്ലാം ലൈസൻസ് റദ്ദാക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. എങ്ങനെയുണ്ട്? പറയുക മാത്രമല്ല, ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് നല്ല പണിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഇതിലെ ആദ്യ ഇര CBS ചാനലിൽ ദ ലേറ്റ് നൈറ്റ് ഷോ അവതരിപ്പിച്ചിരുന്ന സ്റ്റീഫൻ കോൾബർട്ട് ആണെങ്കിൽ ഇപ്പോൾ പുതുതായി പണി കിട്ടിയിരിക്കുന്നത് ABC ചാനലിൽ ജിമ്മി കിമ്മൽ ലൈവിന്റെ അവതാരകൻ ജിമ്മി കിമ്മൽ. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടോക്ക് ഷോകളിൽ ഒന്നാണ് ജിമ്മി കിമ്മൽ ലൈവ്. സെലിബ്രിറ്റി ഇന്റർവ്യൂസും മ്യൂസിക് പ്രോഗ്രാമുകളുമായി ഒരു എന്റർടൈനിങ് ഷോയാണിത്. ഇതിൽ അവസരം കിട്ടുമ്പോഴൊക്കെ ട്രംപിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഓസ്കർ അവാർഡ്സ് വരെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ജിമ്മി കിമ്മലിന് ഒരു സാധാരണ സംഭവമാണ്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായിയുമായിരുന്ന ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാനാണ് മാഗ ഗ്യാങ് ശ്രമിക്കുന്നതെന്നും ഒരു തെളിവുമില്ലാതെ വെറുതെ ഇടതുപക്ഷത്തെ പഴിചാരുകയാണെന്നുമാണ് കിമ്മൽ വിമർശിച്ചത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിന്റെ സ്ലോഗൻ പിന്താങ്ങുന്നവരെ അവിടുത്തുകാർ സംബോധന ചെയ്യുന്ന പേരാണ് ഈ മാഗ ഗ്യാങ് എന്നത്. ആ വിമർശനമാണ് അനിശ്ചിത കാലത്തേക്ക് പ്രോഗ്രാം സസ്പെൻഡ് ചെയ്യാൻ കാരണമായത്. സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയിലെ ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേഷൻ സ്ഥാപനമായ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ പ്രാദേശിക പ്രക്ഷേപകരോട് ചാനലിന്റെ പ്രക്ഷേപണം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അവതാരകനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ചാനലിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള ചാനൽ അപ്പോൾ തന്നെ പ്രോഗ്രാം പ്രീ എംപ്റ്റ് ചെയ്തു എന്ന് പ്രഖ്യാപിച്ചു. പ്രീ എംപ്റ്റിംഗ് എന്നാൽ ആ ടൈം സ്ലോട്ടിൽ മറ്റൊരു ഷോ സംപ്രേഷണം ചെയ്യുമെന്നാണ്. പിന്നാലെ ട്രംപിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഗ്രേറ്റ് ന്യൂസ് ഫോർ അമേരിക്ക എന്ന തരത്തിൽ പതിവ് ആഹ്ലാദ പ്രകടനമെത്തി. ഇതിനു മുമ്പ് ദ ലേറ്റ് നൈറ്റ് ഷോ അവതരിപ്പിച്ചിരുന്ന സ്റ്റീഫൻ കോൾബർട്ട് ആയിരുന്നു ട്രംപിന്റെ ഇരയായത്. സാമ്പത്തിക പ്രതിസന്ധി എന്ന പേരും പറഞ്ഞ് അടുത്ത വർഷത്തോടെ ഷോ നിർത്തുമെന്ന ചാനലിന്റെ പ്രഖ്യാപനം ട്രംപിന്റെ പരോക്ഷ ഇടപെടലിലൂടെയാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ ഈ വർഷത്തെ ടെലിവിഷൻ മികവിനുള്ള എമ്മി അവാർഡ്സിൽ ഏറ്റവും മികച്ച ടോക്ക് ഷോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റീഫൻ കോൾബർട്ടിന്റെ ദ ലേറ്റ് നൈറ്റ് ഷോ ആയിരുന്നു. ഗോഡ് ബ്ലസ് അമേരിക്ക എന്ന് പറഞ്ഞ് ട്രംപിന് ഒരു കൊട്ടും കൊടുത്താണ് സ്റ്റീഫൻ തന്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. US TV നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കാൻ സർക്കാരിന്റെ ലൈസൻസ് ആവശ്യമാണെന്ന ട്രംപിന്റെ വാദം തെറ്റാണെന്നാണ് ദ ഗാർഡിയൻ പോലും വാർത്ത നൽകിയത്. ട്രംപിനെ ഭയന്ന് പരിപാടി നിർത്തിയ ഡിസ്നിക്കെതിരെ അമേരിക്കൻ ജനത ബോയ്ക്കോട്ട് ആഹ്വാനവും തുടങ്ങിയിട്ടുണ്ട്. ഭരണാധികാരികളെയും അവരുടെ ഭരണത്തെ വിമർശിക്കാൻ ജനാധിപത്യത്തിൽ അവകാശമില്ലേ എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ ചോദിച്ചു പോകുന്നത്. ഇതൊക്കെയാണെങ്കിലും ട്രംപിന്റെ അടുത്ത പണി ആർക്കിട്ടാണെന്നാണ് നിങ്ങളെപ്പോലെ ഞാനും ചിന്തിക്കുന്നത്.